കേന്ദ്ര വിവേചനം വിഴിഞ്ഞം പദ്ധതിയിലും. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന 887 കോടി രൂപ GSTയിലൂടെ കേന്ദ്രത്തിന് തിരികെ ലഭ്യമാകും. എന്നിട്ടും കേന്ദ്രത്തിന്റെ VGF വിഹിതം കേരളം തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പറയുന്നതുപോലെ കേരളത്തോടുള്ള പകപോക്കലായി കാണേണ്ടിവരും. വയനാട് ഉരുൾപൊട്ടല് ദുരന്തത്തിലെന്ന പോലെ കടുത്ത വിവേചനമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള ധനസഹായത്തിലും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത്. തുറമുഖ പദ്ധതിക്ക് ധനസഹായമായി കേന്ദ്രം നൽകേണ്ട 817.80 കോടിയുടെ VGF വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് തിരിച്ചടക്കേണ്ട വായ്പയായി മാറ്റിയിരിക്കുകയാണ് മോദി സർക്കാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭകരമല്ലാത്ത പദ്ധതികളുടെ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായമാണ് VGF. കുത്ത് ചന്ദ്രക്കല വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്ന അദാനി പോർട്ടിന് കേന്ദ്രവും സംസ്ഥാനവും നൽകേണ്ടതുണ്ട് ഈ തുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ഒപ്പുവെച്ച വേളയിൽ കേന്ദ്രം ഇത് നൽകുമെന്ന് പ്രഖ്യാപിച്ചതുമാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുടങ്ങി രാജ്യത്തെ മറ്റു പല തുറമുഖങ്ങൾക്കും കേന്ദ്രം അത് നൽകിയിട്ടുമുണ്ട്. എന്നാൽ വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രം നൽകുന്ന 817 കോടി VGF ആയിരിക്കില്ലെന്നും കേരളം തിരിച്ചടക്കേണ്ട വായ്പയായി മാത്രമേ നൽകുകയുള്ളൂവെന്നുമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ഇപ്പോൾ പറയുന്നത്. VGF ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രത്തിനയച്ച കത്തിനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്രം ഇപ്പോൾ നൽകുന്ന 817 കോടി രൂപ മാത്രം തിരിച്ചടച്ചാല് മതിയാകില്ല. ഭാവിയിൽ തുറമുഖം ലാഭത്തിലെത്തുന്ന ഘട്ടത്തിൽ ഈ തുകയുടെ അന്നത്തെ മൂല്യമെന്തായിരിക്കുമോ അത്രയും തുക തിരിച്ചടക്കേണ്ടി വരും. അഥവാ പദ്ധതിയിൽ നിന്ന് ഭാവിയിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കാനിരിക്കുന്ന 20% വരുമാന വിഹിതത്തിൽ തങ്ങൾക്കും പങ്ക് വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. ഇതനുസരിച്ച് 10,000 മുതൽ 12,000 കോടി രൂപ വരെ കേരളം തിരിച്ചടക്കേണ്ടി വരും. 7,700 കോടി ചെലവ് വരുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനത്തിൽ 4,600 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത്. പുലിമുട്ട് നിർമ്മാണത്തിനുള്ള 1,350 കോടി രൂപയും ചരക്കുനീക്കത്തിന് റെയിൽപാത നിർമ്മിക്കാനായി 1,200 കോടി രൂപയും സംസ്ഥാനം ചെലവിടണം. ഇതെല്ലാം കണക്കിലെടുത്താണ് 2034 മുതൽ അദാനി പോർട്ട് വരുമാനത്തിന്റെ 20% കേരളത്തിന് നൽകുന്നത്. ഈ വരുമാനത്തിൽ നിന്നാണ് പദ്ധതിക്കായി 817 കോടി രൂപ മാത്രം ചെലവിടുന്ന കേന്ദ്രം പങ്ക് ചോദിക്കുന്നത്. ചെറിയ മുതല് മുടക്കില് വൻലാഭം കൊയ്യുന്ന ബ്ലേഡ് കമ്പനികളുടെ കഴുത്തറപ്പിന് നിലപാടില്ല ഇത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ നിന്ന് GST ഇനത്തിൽ വന്തുകയാണ് കേന്ദ്രത്തിന് ലഭിക്കാനിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രയൽ റൺ ഘട്ടത്തിൽ ഇതിനകം തുറമുഖത്ത് വന്നുപോയ 70ഓളം കപ്പലുകളിൽ നിന്നായി 50 കോടിയോളം രൂപ GST ഇനത്തിൽ കേന്ദ്രത്തിനു ലഭിച്ചു കഴിഞ്ഞതായാണ് കണക്ക്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന 887 കോടി രൂപ GSTയിലൂടെ തിരികെ ലഭ്യമാകും. എന്നിട്ടും കേന്ദ്രത്തിന്റെ VGF വിഹിതം കേരളം തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പറയുന്നതുപോലെ കേരളത്തോടുള്ള പകപോക്കലായി കാണേണ്ടിവരും. രാജ്യത്ത് മറ്റൊരു തുറമുഖത്തിന്റെ കാര്യത്തിലും VGF തുക തിരിച്ചു ചോദിച്ചിട്ടില്ല കേന്ദ്രം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് VGF വിഹിതമായി കേന്ദ്രം 1,411 കോടി രൂപ അനുവദിച്ചത് തിരിച്ചടക്കേണ്ടതില്ലെന്ന വ്യവസ്ഥയിലായിരുന്നു. ഇതേ പരിഗണന കേരളത്തിന് ലഭിക്കേണ്ടതാണെങ്കിലും വിഴിഞ്ഞവും തൂത്തുക്കുടിയും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും തൂത്തുക്കുടി ഹാർബർ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ VO ചിദംബരം പോർട്ട് അതോറിറ്റിയുടേത് ആയതുകൊണ്ടാണ് തിരിച്ചടവ് ബാധകമാക്കാത്തതെന്നുമായിരുന്നു കേരളത്തോടുള്ള വിവേചനത്തിന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാള് രാജ്യസഭയിൽ പറഞ്ഞ മുടന്തന ന്യായം. വയനാട് ദുരന്തത്തിൽ ധനസഹായം നൽകുന്നതിലും കേന്ദ്ര വിവേചനം തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിലും ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിലും കേന്ദ്രം കേരളത്തോടൊപ്പമുണ്ടാകുമെന്നായിരുന്നു ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും നടത്തിയ സന്ദർശനാനന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചത്. എന്നാൽ 3.5 മാസം പിന്നിട്ടിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം അനുവദിച്ചില്ല. മാത്രമല്ല ഉരുൾപൊട്ടൽ വേളയിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സൈന്യം ദുരിതബാധിതരെ ദുരന്തമേഖലകളിൽ നിന്ന് സുരക്ഷിത മേഖലകളിൽ എത്തിച്ചതിന് എയർലിഫ്റ്റ് തുകയായി 132.62 കോടി കേരളത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയുമാണ് കേന്ദ്രം. രാജ്യത്തെ സ്വന്തം ജനതയോടാണ് ഈ കണ്ണില് ചോരയില്ലാത്ത നിലപാട്. വയനാട് ദുരന്തത്തിന്റെ കാര്യത്തില് മാത്രമല്ല 2018 വൻപ്രളയം, ഓഗി ദുരന്തം തുടങ്ങി സംസ്ഥാനത്ത് നേരത്തെ നടന്ന മറ്റു ദുരന്തങ്ങളിലും കേരളത്തോട് വിവേചനപരമായ സമീപനമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ 12 ദുരന്തങ്ങളിൽ സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചത് 3,146 കോടി രൂപ മാത്രം. അതേസമയം BJP ഭരണത്തിലുള്ളതും NDAയിലെ ഘടകകക്ഷികളുടെ നിയന്ത്രണത്തിലുള്ളതുമായ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുകയും ചെയ്യുന്നു. ഇക്കാര്യം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ DMK പ്രതിനിധി കനിമൊഴി ചൂണ്ടിക്കാട്ടിയപ്പോൾ
കേരള എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി കൈമലർത്തിക്കാണിച്ച് കേരളത്തെയും തമിഴ്നാടിനെയുമെല്ലാം പരിഹസിക്കുകയാണുണ്ടായത്. കേരളത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിത്തരേണ്ട സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായ ഈ സമീപനം അത്യന്തം ഖേദകരമായിപ്പോയി. അദ്ദേഹത്തെ വോട്ട് ചെയ്തു വിജയിപ്പിച്ച തൃശൂരിലെ വോട്ടർമാര് തങ്ങൾക്ക് സംഭവിച്ച അബദ്ധമോർത്ത് കൈകടിക്കുന്നുണ്ടാകണം.